പത്തനംതിട്ടയിൽ ആന്റണി മാറുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയുടെ മുൻപത്തെ ചരിത്രമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. മുൻപൊക്കെ തന്നെ ആന്റണി തന്നെയാണ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. എപ്പോഴും ആന്റണിക്ക് അനുകൂലമായിരുന്നു സാഹചര്യങ്ങൾ നിലനിന്നിരുന്നത്. എന്നാൽ ഇത്തവണ ആന്റണി മാറുമോ? എന്താണ് പത്തനംതിട്ടയിൽ സംഭവിക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ മാറ്റുക എന്നൊരു ആലോചനയിലേക്കൊക്കെ കോൺഗ്രസ് കടന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയില്ല. ഇതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ നടത്തിയെങ്കിലും എന്നാൽ പൊതുവായൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. അതായത് ഇത്തരത്തിൽ ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ മാറ്റുകയാണെങ്കിൽ, അങ്ങനെ ചിലരെ മാത്രം, അതായത് 2-3 പേരെ ഇത്തരത്തിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ദോഷകരമായി ബാധിക്കുന്നതാണ്. കാരണം ഇവരെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാകും. അവരെന്ന് പറയുന്നത് അത് സാമുദായികപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ ഒരു സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്നതായിരിക്കും ഈ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്. അവർ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ കോൺഗ്രസിന് എതിരാക്കുന്നതാണ്. ഈ ഒരു വിഷയം കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഒടുവിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതായത് ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയത്. പക്ഷേ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോഴും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ പോലും, അതായത് സംസ്ഥാന നേതൃത്വമായിക്കോട്ടെ ദേശീയ നേതൃത്വമായിക്കോട്ടെ, ഈ ഒരു വിഷയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ആന്റണി പത്തനംതിട്ടയിൽ മാറുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇത്തവണയും ആന്റണി തന്നെ ആയിരിക്കും മത്സരിക്കുക എന്ന് തന്നെയാണ് ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത്. മാത്രമല്ല ആന്റണിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ ആന്റണി വളരെ സുപരിചിതനാണ്. അതെല്ലാം തന്നെ ആന്റണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് പത്തനംതിട്ടയിൽ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല സമുദായങ്ങളെയും സമുദായ നേതാക്കളെയും അതുപോലെ തന്നെ സഭകളെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ആന്റണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇനി ഈ പറഞ്ഞതൊന്നുമല്ല ആന്റണിക്ക് നിലവിലെ സാഹചര്യമെല്ലാം പ്രതികൂലമാവുകയാണെങ്കിൽ നിലവിൽ യൂത്ത് കോൺഗ്രസിന് സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ യൂത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു സാധ്യത ഉള്ളതായി കാണുന്നില്ല. അബിൻ വർക്കിക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഇത്തവണ യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആന്റണി വരാൻ സാധ്യതകളുണ്ട്. മാത്രമല്ല മുൻപും യൂത്ത് കോൺഗ്രസിനെയൊക്കെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡീൻ കുര്യാക്കോസിനെ അതുപോലെ തന്നെ ടി സിദ്ദിഖിനെയും ഒക്കെ പരിഗണിക്കുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അങ്ങനെ യൂത്ത് കോൺഗ്രസ് വരില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തവണ അങ്ങനെ യൂത്ത് കോൺഗ്രസിന് പരിഗണന ലഭിക്കാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ചവർ തന്നെയായിരിക്കും ഇത്തവണയും മത്സരിക്കുക. മാത്രമല്ല മുൻപ് പറഞ്ഞതുപോലെ പത്തനംതിട്ടയിലെ സാമുദായിക വോട്ടുകളെല്ലാം സമുദായ സംഘടനകളും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ തന്നെ ആന്റണിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മുൻപൊക്കെ NSSന്റെ ഒക്കെ ഒരു പിന്തുണ UDFനുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ അല്ല. ഇതിന് കാരണമെന്ന് പറയുന്നത് ശബരിമല വിഷയമാണ്. ശബരിമല വിഷയം കഴിഞ്ഞ തവണ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നതാണ്. ആന്റണിക്ക് അനുകൂലമായി നിന്ന ഒരു വിഭാഗം ആളുകൾ പോലും ഈ ഒരു ശബരിമല വിഷയം വന്നപ്പോൾ ആന്റണിയെ പിന്തുണയ്ക്കാതിരുന്ന പല സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണ ഒരു ജനവിരുദ്ധ നിലപാടൊക്കെ തന്നെ, ഒരു സാഹചര്യമൊക്കെ തന്നെ പത്തനംതിട്ടയിൽ ആന്റണിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ശബരിമല വിഷയം പത്തനംതിട്ടയിൽ ഇത്രയും ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ NSSന്റെ പിന്തുണ തീർച്ചയായിട്ടും UDFന് ലഭിക്കുന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആന്റണി ഇത്തവണ പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ NSSന്റെ പിന്തുണ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ഗണപതിയുടെ മിത്ത് വിവാദം. ആ ഒരു വിവാദം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്ന സമയത്ത് NSSന് വേണ്ട പിന്തുണ UDFന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാതിരുന്നതിലുള്ള വിരോധവും തീർച്ചയായിട്ടും NSSന് ഉണ്ടാവും. ഈ വിഷയമെല്ലാം തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിനെ പത്തനംതിട്ടയിൽ ആന്റണി മത്സരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ UDFനെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെ
ഇത്തവണ ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങളെയാണ് അതിജീവിക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല കനകോലു റിപ്പോർട്ട് പോലും ആന്റോ ആന്റണിക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണി വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ശബരിമല വിഷയമൊക്കെ ചർച്ചയാകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ LDF സർക്കാരിനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. 3 തവണയും പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആന്റോ ആന്റണി എത്തിയിട്ട് പോലും യാതൊരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ ആന്റോ ആന്റണിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയൊരു വിമർശനം. എന്നാൽ ഈ വിമർശനങ്ങളോടൊക്കെ തന്നെ തന്റെ വികസനങ്ങൾ ജനങ്ങൾക്ക് അറിയാമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആന്റോ ആന്റണി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇനിയും ചരിത്രം ആവർത്തിക്കുമോ, ആന്റോ ആന്റണി ഇനിയും പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം.